Hi, good morning all. Audible ആണോ? Okay, thank you, Alina. Myself ആരതി, ഞാൻ ഇവിടെ സ്കിൽസ് പാർക്ക് ഫിനിഷിംഗ് സ്കൂളിന്റെ അക്കാഡമിക് കൗൺസിലർ ആണ്. ഇന്നത്തെ ഒരു സോഹോ വെബിനാറിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ടു ദി സെഷൻ. ഇന്നത്തെ ഒരു സോഹോ വെബിനാറിലെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിട്ടുള്ളത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സ്കിൽസ് പാർക്കിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിന്റെ ഹെഡുമായിട്ടുള്ള ജിതിൻ മധു സർ ആണ്. നിങ്ങൾക്ക് സോഹോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും കാര്യങ്ങളിലും ഈ ഒരു ഫ്രീ വെബിനാർ സെഷനിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ സ്കിൽസ് പാർക്കിനെ നിങ്ങൾക്കായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമുക്ക് വെബിനാറിന്റെ പാർട്ടായിട്ടും നിങ്ങൾ പലതരത്തിലുള്ള അപ്സ്കില്ലിങ്ങിന്റെ പാർട്ടായിട്ടും സ്കിൽസ് പാർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കിൽസ് പാർക്കിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മെയിൻലി സ്കിൽസ് പാർക്ക് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ഫേം ആണ്. അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിനും കമ്പനീസിനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിനായി 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫേം ആണ് സ്കിൽസ് പാർക്ക് എന്ന് പറയുന്നത്. കറന്റ് വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്ങും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കിൽ അപ്ഗ്രഡേഷൻ കോഴ്സസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ട്രെയിനിങ്ങുമാണ് സ്കിൽസ് പാർക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തും കൊല്ലത്തുമായിട്ട് 3 ഓഫ്ലൈൻ ക്യാമ്പസസ് സ്കിൽസ് പാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഡാറ്റ അനലിറ്റിക്സ്, അക്കൗണ്ടിങ്, HR മാനേജ്മെന്റ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ 4ഓളം സ്ട്രീമുകളിലാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സോഹോ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ വൺസ് അഗെയിൻ വെൽക്കം ചെയ്യാണ്. വിതൗട്ട് എനി ഡിലേ നമുക്ക് നമ്മുടെ വെബിനാർ സെഷൻ ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജിതിൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി മൈക്ക് ഓൺ ചെയ്തും സാറിനോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിലും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഓവർ ടു യു ജിതിൻ സാർ. ഓക്കെ, താങ്ക് യു ആരതി. ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിബിൾ ആണോ എല്ലാവർക്കും? സോ ഫസ്റ്റ് ഓഫ് ഓൾ സോഹോ ബുക്സ് അല്ലെങ്കിൽ സോഹോ പ്രോഡക്ട്സിനെ പറ്റിയാണ് നമ്മളിന്ന് മെയിൻലി ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് എനിക്കറിയണം, വൈ ഷുഡ് യു ജോയിൻ ദിസ് വെബിനാർ? എന്തുകൊണ്ടാണ്? ബേസിക്കലി നിങ്ങളൊക്കെ ഏത് സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരാണ്? ജസ്റ്റ് കുറച്ച് പേരെങ്കിലും ഒന്ന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ. സോ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് റിപ്ലൈ തരികയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫാത്തിമ CMA ആണ്. ഓക്കെ, ദെൻ CMA പ്രൊഫഷണൽസ് ഓൾറെഡി ഉണ്ട്. അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? കറന്റ് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ? ഓക്കെ, ട്രെയിനേഴ്സ് ഉണ്ട്, ACC അഫിലിയേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, HR. ഓക്കെ 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 സോ കറന്റ് വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, ആസ് വെൽ ആസ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, CMA CA പ്രൊഫഷണൽസ് ഉണ്ട്. ഓക്കെ, ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ 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 അപ്പോൾ ഇത്രയും ഒരു പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഓൾറെഡി ഇൻഫോംഡ് ആണ് ഇപ്പോൾ സോഹോ ബുക്സ് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എത്രത്തോളം ട്രെൻഡിങ് ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇതിലുള്ള ഒരു 90% ആൾക്കാർക്കും ഓൾറെഡി അറിയാം. സോ അതായിരിക്കുമല്ലോ നിങ്ങൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എന്തുകൊണ്ടാണ് വൈ സോഹോ ബുക്സ് ഇത്രയും മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വലിയൊരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, പക്ഷെ ഒരു റീസെന്റ് ഒരു 5 to 7 ഇയേഴ്സിനിടയ്ക്ക് സോഹോ ബുക്സിന്റെ സോഹോയുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിചാരിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി അപ്പുറം. സോ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ സോഹോ ബുക്സ് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ബീങ് ആൻ ഓണ്ടർപ്രണർ ഓർ നിങ്ങൾ ഏതൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാലും ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കാം? ബിസിനസ് റൺ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ഒരു റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കാം? എനിബഡി എൽസ്? നിങ്ങളും കൂടി ഇന്ററാക്ട് ചെയ്യുക കേട്ടോ, എന്നാലാണ് നമുക്കിത് കൂടുതൽ ഒരു എഫക്റ്റീവായിട്ട് ഈ വെബിനാർ റൺ ചെയ്യാൻ പറ്റുന്നത്.
ബേസിക്കലി ബുക്ക് കീപ്പിംഗ് ഉണ്ടാകാം. ബുക്ക് കീപ്പിംഗ് എന്തായാലും അയാളുടെ ഒരു സൈഡിൽ വരുന്ന ഒരു ഏരിയാസ് മാത്രമായിരിക്കും. ബീങ് ആൻ ഓണ്ടർപ്രണർ അയാൾക്ക് കൂടുതൽ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അയാൾക്ക് മാർക്കറ്റിംഗിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വരും. പിന്നെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പോലെ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ട്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിനെല്ലാം പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സിനെ അയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിലെല്ലാം ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ അയാളുടെ ഒരു കണ്ണ് എല്ലായിടത്തും എത്തിയാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക, അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക, ദെൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ് ചെയ്യുക, ദെൻ അതേപോലെ കസ്റ്റമർ മാനേജ്മെന്റ്, ഇതെല്ലാം ഒരു ഓണ്ടർപ്രണർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും അനാലിസിസ്, ദെൻ അവരെത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കി, ദെൻ അതിനെ ബേസ് ചെയ്തുള്ള അനാലിസിസ് കാര്യങ്ങളല്ല. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും ഒരു പ്ലാറ്റ്ഫോമിൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനായാലും നിങ്ങളായാലും ഏത് ബിസിനസ് ഓണർ ആയാലും എന്ത് ചൂസ് ചെയ്യത്തുള്ളൂ, ആ പ്ലാറ്റ്ഫോമേ ചൂസ് ചെയ്യത്തുള്ളൂ. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ അതാണ്. സോ സോഹോ ബുക്സ് ഇത്രത്തോളം മാർക്കറ്റിൽ എന്താണ് ഒരു ഡിമാൻഡിങ് സോഫ്റ്റ്വെയർ ആയിട്ട് മാറി എന്നുള്ളതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഇതാണ്. ഒരു ബിസിനസ് ഓണ്ടർപ്രണറിന് വേണ്ട എല്ലാ റിക്വയർമെന്റ്സും ഈ സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണോ? ഓക്കെ, സോഹോ ബുക്സ് ഈസ് റെഡി, സോഹോ CRM ഈസ് ദെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ് ചെയ്യണോ? ഓക്കെ, സോഹോ HR മൊഡ്യൂൾ ഈസ് ദെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനേജ് ചെയ്യണോ? ഓക്കെ, സോഹോ ബുക്സ് ഈസ് ദെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെന്ററി മാനേജ് ചെയ്യണോ? സോഹോ ഇൻവെന്ററി ഈസ് ദെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ്സ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യണോ? സോഹോ പേയ്മെന്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ട്. ഇനി ഫോർ അനലിറ്റിക്സ്, സോഹോ അനലിറ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ. സോ ഇങ്ങനെ ഒരു ഓണ്ടർപ്രണറുടെ എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന A to Z കാര്യങ്ങൾ സോഹോ ഓഫർ ചെയ്യുന്നു. ഈവൻ നിങ്ങളുടെ ബിസിനസിന്റെ മീറ്റിംഗ്സ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സോഹോ ബുക്സിലൂടെ പോസിബിൾ ആണ്. സോ ഇതുകൊണ്ടാണ് ഓൾറെഡി പല പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മാർക്കറ്റിലെ പല ബിസിനസ് ഓർഗനൈസേഷനിലും പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊരു വർഷം കൊണ്ട് സോഹോ ബുക്സിലേക്ക് മാറാനുള്ളൊരു കാര്യം പറയുന്നത്. സോ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും സോഹോ ബുക്സിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അക്കൗണ്ടിങ് പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്തായി മാറും? സോഹോ ബുക്സ് ആയി മാറിക്കഴിയും. സോ അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു അക്കൗണ്ട്സിലേക്ക് ഒരു വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിർബന്ധമായി ഗെയിൻ ചെയ്യേണ്ട നോളജാണ് സോഹോ ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ 100% ഉറപ്പിച്ച് പറയുകയാണ്, സോഹോ ബുക്സിൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ഇനി അക്കൗണ്ടിങ് പ്രൊഫഷനിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, 100%. കാര്യം അത്രത്തോളം എല്ലാ ബിസിനസ് എന്റർപ്രൈസസും സോഹോ ബുക്സ് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കൂടുതലൊരു ഇൻട്രൊഡക്ഷനിലേക്ക് കാര്യങ്ങൾക്ക് പോകണ്ട. ഇന്നത്തെ ഒരു സെക്ഷനിൽ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് സോഹോയെ പറ്റിയുള്ള സോഹോയുടെ മൊഡ്യൂൾസ്, അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം പറയാം. ദെൻ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സോഹോ ബുക്സിലെ ചില ബേസിക് അല്ല, കുറച്ച് അഡ്വാൻസ് ലെവൽ ഫീച്ചേഴ്സ് ഫ്രം ബേസിക് ടു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. ഓക്കെ, സോ ആ മാക്സിമം നിങ്ങൾ അത്രത്തോളം ഫ്യൂച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇനിയും ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. ഓക്കെ, സോ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ. സ്ക്രീൻ വിസിബിൾ ആണോ? പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറേ മൊഡ്യൂൾസ് ആണ് സോഹോ ബുക്സിലെ. കാര്യം സോഹോ ബുക്സിലെ മൊഡ്യൂൾസിന്റെ പേര് തന്നെ പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ദിവസം വേണം. അത്രത്തോളം മൊഡ്യൂൾസ് സോഹോ ബുക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഓൾറെഡി നിങ്ങൾക്ക് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന എല്ലാം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ സബ് ഡിവിഷൻസ് ആണ്. സോഹോ അക്കൗണ്ട്സിന്റെ സബ് ഡിവിഷൻ ആണ്. സോഹോ എക്സ്പെൻസ്, സോഹോ ബില്ലിംഗ്, സോഹോ ഇൻവെന്ററി, സോഹോ ചെക്ക്ഔട്ട്, സോഹോ കൊമേഴ്സ് ആൻഡ് സോഹോ പേറോൾ. ഓക്കെ, ആൻഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സി സെയിൽസിലും മാർക്കറ്റിംഗിലും ഹ്യൂമൻ റിസോഴ്സിലും ഒക്കെ സോഹോ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ HR അല്ലെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പേറോൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറന്റ് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സ്റ്റാഫും നിങ്ങളും എല്ലാം ആ സോഫ്റ്റ്വെയറിൽ എക്യുപ്ഡ് ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ സോഹോ HR യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട.
സോഹോയിൽ നമുക്ക് ഏത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാക്കി ഏത് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും, ഇപ്പൊ മാർക്കറ്റിംഗിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് സോഹോ CRM അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ കുറെ യൂസ്ഡ് ആയിട്ടുള്ളത് ഈ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സോഫ്റ്റ്വെയർ, ആ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ സോഹോ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ വേറൊരു സോഫ്റ്റ്വെയറും ഓഫർ ചെയ്യാത്ത അങ്ങനെയുള്ള ചില ഫെസിലിറ്റീസ് സോഹോ ബുക്സ് ഓഫർ ചെയ്യുന്നു. സോ ഓൺടർപ്രണേഴ്സ് ആരെങ്കിലും ഈ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഹോ ബുക്സ് എടുക്കണമെന്നുണ്ടായിരിക്കാം. പക്ഷേ സോഹോയുടെ പേറോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൾറെഡി ഉള്ള ബുക്സിനകത്ത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് സോഹോ ഓഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ദെൻ ഈ സോഹോയുടെ മൊഡ്യൂൾസിനെ പറ്റി പറയുമ്പോൾ ബേസിക്കലി അനലിറ്റിക്സിന് വേണ്ടിയുണ്ട്. ദെൻ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓൾസോ സോഹോ മൊഡ്യൂൾ കോൾഡ് സോഹോ ക്രിയേറ്റ്. അതായത് ഒരു ഓൺടർപ്രണറിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, ഒരു ബിസിനസിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി സോഹോ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് സോഹോ ക്രിയേറ്റ് എന്ന് പറയുന്നത്. HR മൊഡ്യൂൾസിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ സോഹോ പീപ്പിൾ ആൻഡ് സോഹോ റിക്രൂട്ട് എന്ന് പറയും. ഓക്കെ, സോ ഈ ഒരു രണ്ട് മൊഡ്യൂൾസിലൂടെ നിങ്ങൾക്ക് ഫുൾ ഹ്യൂമൻ റിസോഴ്സസ് നിങ്ങൾക്ക് സോഹോയിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ഇനി ലീഡ്സ് ജനറേഷൻ, കസ്റ്റമർ ഫോളോ അപ്പ്, അല്ലെങ്കിൽ സെയിൽസിനകത്ത് വരുത്തേണ്ട ഇംപ്രൂവ്മെന്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സോഹോ CRMലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ സെയിൽസിൽ വരുന്ന മൊഡ്യൂൾസ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഇഷ്ടംപോലെ മൊഡ്യൂൾസ് ഒരു ബിസിനസ് എന്റർപ്രൈസിന് ആവശ്യമുള്ള A to Z തിങ്സ് എന്തിലുണ്ട്, സോഹോയിൽ ഉണ്ട്. ഓക്കെ, ദെൻ മറ്റുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ് നോട്ട്ബുക്സ്, മീറ്റിംഗ്സ്, പ്രൊജക്ട്സ്, സയൻസ് സ്പ്രിന്റ്സ്, അതേപോലെ ക്ലിക്ക് കണക്ട്, ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മീറ്റിലൂടെയാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോഹോയ്ക്കും ഓൾറെഡി അങ്ങനെ ഒരു മീറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ത്രൂ സോഹോ മീറ്റിംഗ് യു ക്യാൻ കണ്ടക്ട് യുവർ മീറ്റിംഗ്സ്, ബിസിനസ് മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആവും. സോ വേറൊരു ഓഫീസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ നോബഡി ഈസ് റിക്വയർഡ് ടു നോട്ട് ഡൗൺ ദ മീറ്റിംഗ് മിനിറ്റ്സ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. സോ അതൊക്കെ ഇനി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. സോ സോഹോ മീറ്റിംഗ്സിലൂടെ അതൊക്കെ പോസിബിൾ ആണ്. ഓട്ടോമാറ്റിക്കലി മീറ്റിംഗ് മിനിറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനുവേണ്ടി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ കമ്മിങ് ടു സോഹോ പ്രൈസിംഗ് പ്ലാൻസ്. ഇനി സോഹോയുടെ ബേസിക്കലി ആയിട്ടുള്ള പ്രൈസിംഗ് പ്ലാൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഓൺടർപ്രണേഴ്സിന്റെ ഒരു കേസിൽ ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെല്ലാം ട്രയൽ വെർഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം ഓൾറെഡി അവെയർ ആയിരിക്കും ടാലിയുടെ എഡ്യൂക്കേഷൻ മോഡ്. പക്ഷെ ടാലിയുടെ എഡ്യൂക്കേഷൻ മോഡിന് ഒത്തിരി അധികം ലിമിറ്റേഷൻ ഉണ്ട്. ഒരിക്കലും ഒരു ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ടാലിയുടെ എഡ്യൂക്കേഷൻ. കാര്യം ഒരു മന്തിലെ എല്ലാ ഡേറ്റും നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലോ ടാക്സ് ഫയലിങ്സോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെയാണ് സോഹോ ബുക്സ് ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ സോഹോയുടെ ഫ്രീ പ്ലാനിലൂടെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇയർലി 1000 ഇൻവോയ്സസ് വരെയുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ, ഒരു വർഷം 1000 ഇൻവോയ്സസ് സെയിൽസ് ഒക്കെ വരെ നടക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, ഐ എം നോട്ട് ടെല്ലിങ് അപ്പോൾ 1000 റുപ്പീസ് കൗണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 1000 ഇൻവോയ്സസ് ഒക്കെ വരെ ഇയർലി ജനറേറ്റ് ചെയ്യുന്നവരാണ്. അത് മന്ത്ലി ഒരു 70 to 80 അല്ലെങ്കിൽ 80 to 90 വരെ സെയിൽസ് നടക്കുന്ന എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഹോയുടെ ഒരു പെയ്ഡ് വേർഷനും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ യൂസ് ഫ്രീ വേർഷൻ. നിങ്ങൾക്ക് ഫ്രീ വേർഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കംപ്ലൈൻസസ് ഫയൽ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ആ ഫ്രീ മൊഡ്യൂളിലൂടെ തന്നെ പോസിബിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇപ്പൊ ഒത്തിരി ബിസിനസ് ഉണ്ട്. മേ ബി ഇപ്പോൾ ഇൻവോയ്സസിന്റെ കൗണ്ട് ഭയങ്കര കുറവായിരിക്കും, പക്ഷെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻവോയ്സിന്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. മന്ത്ലി ഒരു 5 ഇൻവോയ്സസ് 6 ഇൻവോയ്സസ്ക്ക് ആവശ്യമുള്ളൂ, പക്ഷെ അവർ GSTയിലൊക്കെ രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ബുക്ക് കീപ്പിംഗ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വന്നു ചേരുന്നു. സോ നിങ്ങൾ വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ യൂസ് സോഹോ ബുക്സ് ഫ്രീ പ്ലാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സോഹോയുടെ ഫ്രീ പ്ലാൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മാക്സിമം ഒരു 1000 ഇൻവോയ്സസ്, 1000 പർച്ചേസ് ബിൽസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സോഹോ ഫ്രീ ആയിട്ട് അവർക്ക് ബുക്ക് കീപ്പിംഗ് ഓഫർ ചെയ്യും. ആലോചിച്ചു. ഓക്കെ, സോ നിങ്ങൾ ഒരു പെയ്ഡ് വേർഷനും പെയ്ഡ് സോഫ്റ്റ്വെയറും യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങളുടെ റിക്വയർമെന്റ്സ് കുറച്ചും കൂടെ ബിഗ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 5 CR ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഓപ്റ്റ് സ്റ്റാൻഡേർഡ്, ദെൻ പ്രൊഫഷണൽ, പ്രീമിയം, എലൈറ്റ്, അൾട്ടിമേറ്റ്, അങ്ങനെ സോഫ്റ്റ്വെയർ പെയ്ഡ് വേർഷൻസ് കുറേ വരുന്നുണ്ട്. പക്ഷേ
ഒരു 50-60% സോഹോയുടെ എല്ലാ ഫീച്ചേഴ്സും യു ക്യാൻ അവൈലബിൾ ഇൻ യുവർ ഫ്രീ ട്രയൽ. ഈ ട്രയൽ വെർഷനിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ആ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ടൈം വെച്ചൊന്നും അതിനെ യാതൊരു കാരണവശാലും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി ഈ ഫ്രീ പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചില ബെനിഫിറ്റ്സ് ആണ്. സോ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. സോ ഇതിനകത്ത് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നിരിക്കുന്നവർക്ക് തന്നെ ഓൾറെഡി നിങ്ങളുടെ ഒരു സോഹോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ജോബിന് കയറുന്നതിന് മുമ്പേ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഫ്രീ പ്ലാനിലൂടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാൻ പറ്റും. കാര്യം എൻ്റെ ഒരു അറിവിൽ മാർക്കറ്റിൽ ഇന്ന് സോഹോ ബുക്സ് യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരിൽ 30% ആൾക്കാർ ഇപ്പോഴും ഫ്രീ പ്ലാൻ തന്നെ യൂസ് ചെയ്യുന്നു. കാര്യം അവർക്ക് അതിനുള്ള റിക്വയർമെന്റ്സേ ഉള്ളൂ. പക്ഷെ മുമ്പാണെങ്കിൽ അത് പറ്റില്ല. ഇപ്പൊ എനിക്ക് വളരെ കുറവാണ് എൻ്റെ ബിസിനസ് എങ്കിൽ പോലും, എൻ്റെ നമ്പർ ഓഫ് ഇൻവോയ്സസ് വളരെ കുറവാണെങ്കിൽ പോലും, ഈവൻ ഞാൻ GST രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടുത്തെ ടാക്സ് സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ബുക്ക് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയറിലേക്ക് പൈസ മുടക്കാൻ നിങ്ങൾ അവിടെ നിർബന്ധിതരാകും. പക്ഷെ ഇവിടെ സോഹോ ബുക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് സോഹോയുടെ ഫ്രീ വേർഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോഹോ ഓഫർ ചെയ്യുന്നത്. ക്ലിയർ? സോ ബേസിക്കലി ഇനി നമുക്ക് പോകേണ്ടതാണ് നമ്മുടെ മെയിൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. മേ ബി നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നവർ അതിലേക്കായിരിക്കും. നമുക്ക് കുറച്ച് സോഹോ ബുക്സിലെ മെയിൻ ഫീച്ചേഴ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ അക്കൗണ്ടന്റുമാർ സോഹോ ബുക്സ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഓവർവ്യൂ. ഓക്കെ, സോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ് സോഹോ ബുക്സിന്റെ. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ ടാസ്ക് ഉണ്ട്. സോ ബീങ് ആൻ അക്കൗണ്ടന്റ് യു ആർ റിക്വയർഡ് ടു ഡു ബാങ്ക് റീകൺസിലേഷൻ ഓൺ ഡെയിലി ബേസിസ്, പർച്ചേസ് ആൻഡ് സെയിൽസ്, അല്ലെ, റിപ്പോർട്ട് ജനറേഷൻ. അപ്പൊ ഈ ഒരു ഏരിയാസിലൊക്കെ സോഹോ ബുക്സ് നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കൊച്ചിൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോഹോ ബുക്സ് ആണ്. സോ ഇവർക്ക് ഒരു ബാങ്ക് റീകൺസിലേഷനിൽ സോഹോ ബുക്സ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ബാങ്കിങ് മൊഡ്യൂളിനകത്ത് ഓൾറെഡി we have the opportunity or we have the easiness to connect our bank with Soho Books. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ, കറണ്ട് അക്കൗണ്ടിനെ സോഹോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് ഈവൻ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ കറണ്ട് അക്കൗണ്ട് ആയിക്കോട്ടെ, ഇതെല്ലാം സോഹോ ബുക്സിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എന്ത് നിങ്ങളുടെ ബാങ്കിൽ നടന്നാലും ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ബുക്സിലേക്ക് വരും. പക്ഷേ ബുക്സിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻസിന് നമ്മൾ റീകൺസൈൽ ചെയ്യണ്ടേ? ഇപ്പൊ റീകൺസൈൽ ചെയ്യുമ്പോൾ മാനുവലി ഇപ്പോൾ നിങ്ങൾ റീകൺസൈൽ ചെയ്യുമ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാം ഒരു ബിസിനസിന്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. സോ അപ്രോക്സിമേറ്റ്ലി 97 ട്രാൻസാക്ഷൻസ് ഉണ്ട് എനിക്ക് ഇനിയും റീകൺസൈൽ ചെയ്യാനായിട്ട്. ഓക്കെ, വേറെ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾ റീകൺസൈൽ ചെയ്താലും ഇതിന് നിങ്ങളൊരു മാനുവലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, സോഹോ ബുക്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചില എഫക്റ്റീവ് വേസ് യൂസ് ചെയ്യാൻ പറ്റും ടൈം സേവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു 96 ട്രാൻസാക്ഷൻസ് ഞാൻ ഈ ഒരു ബാങ്കിങ്ങിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു അപ്രോക്സിമേറ്റ്ലി ഒരു നിയർലി ഒരു 20 ട്രാൻസാക്ഷൻസ് എങ്കിലും ബാങ്ക് ചാർജസ് ആയിരിക്കും. ഇപ്പൊ നോർമലി നമ്മൾ ആ ഓരോ ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്ത് വേറെ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും യു ഹാവ് ടു പുട്ട് എ ജേർണൽ എൻട്രി ലൈക്ക് ദിസ്, ബാങ്ക് ചാർജസ് ഡെബിറ്റ് ടു ബാങ്ക്, ബാങ്ക് ചാർജസ് ഡെബിറ്റ് ടു ബാങ്ക്. അപ്പൊ ഈ 20 ബാങ്ക് ചാർജസ് വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് ഓരോന്നിനും ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജേർണൽ എൻട്രി ഇട്ടുകൊണ്ടിരിക്കണം. ശരിയല്ലേ? ടാലി ആണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്ത് ജേർണൽ എൻട്രി ഇടും. സോ ഇങ്ങനെ ഡെയിലി നമ്മുടെ ബിസിനസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് നിങ്ങൾക്ക് സോഹോ ബുക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്തോളൂ. സപ്പോസ് ഇവിടെ ഇപ്പൊ ഞാൻ എന്താണ്ട് ഒരു റൂൾ സെറ്റ് ചെയ്യുകയാണ്. സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ ഐ ക്യാൻ മാനേജ് ട്രാൻസാക്ഷൻസ് റൂൾ, മാനേജ് ട്രാൻസാക്ഷൻ റൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ റൂൾ ഫോർ ദാറ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു റൂൾ നെയിം ലൈക്ക് ബാങ്ക് ചാർജസ് എന്ന റൂൾ കൊടുത്തു. ആൻഡ് ബാങ്ക് ചാർജസ് ആകുമ്പോൾ വിഡ്രോവൽസിലായിരിക്കും ജെനുവൻലി അതിൻ്റെ ഒരു എമൗണ്ട് വരിക. അപ്പൊ ഞാൻ അതിന് ക്രൈറ്റീരിയ കൊടുക്കുകയാണ്. ഞാൻ അതിന് കൊടുക്കുന്ന ക്രൈറ്റീരിയ ഇതാണ്: എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനകത്ത് ചാർജസ് എന്നൊരു വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്രിപ്ഷനകത്ത് ചാർജസ് എന്നൊരു വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നാണ് ഞാൻ സോഫ്റ്റ്വെയർ പറയുന്നത്. പ്ലീസ് റെക്കോർഡ് ദിസ് ബാങ്ക് ചാർജസ്. ഇവിടെ ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ, അതർവൈസ് ഞാൻ ഇവിടെ ഒരു എക്സ്പെൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനൊരു എക്സ്പെൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്ത് എക്സ്പെൻസ് ആയിട്ടാണ്? ബാങ്ക് ചാർജസ് ആൻഡ് ഫീസ്. ഉണ്ടോ? ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം. വെനെവർ നിങ്ങൾ ഇനി ബാങ്ക് റിക്കവർ ചെയ്യുന്ന സമയത്ത് ചാർജസ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ സോഹോ വിൽ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യും. ഇത് ബാങ്ക് ചാർജസ് അല്ല, ഡെയിലി നടക്കുന്ന എല്ലാ റെക്കറിംഗ് ട്രാൻസാക്ഷൻസിനും റൂൾസ്, നിങ്ങൾക്ക് റൂൾസ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കിയേ, ഒരു അക്കൗണ്ട് എല്ലാ ദിവസവും ബാങ്ക് റിക്കൺസിലേഷൻ ഡെയിലി ബേസിസിൽ ചെയ്തു പോകുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ ഒരു അക്കൗണ്ടന്റിന് ഡെയിലി ബേസിസിൽ ഒരു 1 hour ടൈം മിനിമം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏരിയ എത്രയാണ്? മീൻസ് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോൺ റെക്കറിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം പിന്നെ നിങ്ങൾ ഇൻഡിവിജ്വലി റെക്കോർഡ് ചെയ്താൽ മതി. ഡെയിലി നടക്കുന്ന സെയിൽസ് ആയിക്കോട്ടെ, ഡെയിലി നടക്കുന്ന പേയ്മെന്റ്സ് ആയിക്കോട്ടെ, യു ക്യാൻ റെക്കോർഡ് ഇൻ ദിസ് വേ. നിങ്ങൾക്ക് റൂൾസ് സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെ ഒരു എമൗണ്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് റൂൾ സെറ്റ് ചെയ്യാം, ഒരു ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്ത് റൂൾ സെറ്റ് ചെയ്യാം, പേയുടെ നെയിമിനെ ബേസ് ചെയ്ത് റൂൾ സെറ്റ് ചെയ്യാം. സോ സോഹോ ബുക്സ് വിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത് സോഹോ ബുക്സിന്റെ ഒരു ഫീച്ചറാണ്. സോ ഇങ്ങനെ റൂൾ സെറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഓഫർ ചെയ്യുന്നില്ല. അത് സോഹോ ബുക്സ് മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഇനി നെക്സ്റ്റ് സോഹോ ബുക്സ് ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു ഫീച്ചറാണ് ഫിക്സഡ് അസറ്റ്സ് മൊഡ്യൂൾ. ഒരു ഫിക്സഡ് അസറ്റ് മൊഡ്യൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ നോക്കൂ, AC ഉണ്ടായിരിക്കാം, ലൈക്ക് അല്ലെങ്കിൽ ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, CCTV ക്യാമറ. സോ എത്ര സ്മാൾ എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും മിനിമം അവർക്ക് ഇത്രയും ഒരു ഫിക്സഡ് അസറ്റ്സ് എന്തായാലും അവരുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. ഈ അസറ്റ്സിന്റെ എല്ലാം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഒരിക്കലും ഒരു സിമ്പിൾ തിങ് അല്ല. കാര്യം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പർച്ചേസ് പ്രൈസ്, സ്ക്രാപ്പ് വാല്യൂ, വർക്കിംഗ് ലൈഫ്, ആസ് വെൽ ആസ് ഇൻകം ടാക്സിലെ ഡിപ്രീസിയേഷന്റെ റേറ്റ്, ഇതിനെല്ലാം പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. ആൻഡ് വി ഹാവ് ടു മാനുവലി കാൽക്കുലേറ്റ് ദ ഡിപ്രീസിയേഷൻ ആൻഡ് വി ഹാവ് ടു മാനുവലി പോസ്റ്റ് ദ എൻട്രീസ്. അതിന്റെ എൻട്രീസ് നമ്മൾ മാനുവലി പോസ്റ്റ് ചെയ്യണം. ദെൻ മന്ത്ലി P&L റിവ്യൂ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ മന്ത്ലി ഡിപ്രീസിയേഷന്റെ എൻട്രീസ് ഇട്ട് പോകും. കാര്യം ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാ എൻട്രീസും നമ്മൾ മന്ത് എൻഡിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. കാര്യം ഒരു ബിസിനസ് ഓണ്ടർപ്രനർ മന്ത്ലി തന്നെ അവരുടെ P&L പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യണം? എല്ലാ എൻട്രീസും മന്ത്ലി തന്നെ പോസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇത്രയും അസറ്റ്സിന്റെ ഒക്കെ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. സോ അവിടെയാണ് സോഹോ ബുക്സ് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ് നമ്പർ 2 അല്ലെങ്കിൽ ഫീച്ചർ നമ്പർ 2 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് മൊഡ്യൂൾ. ഫിക്സഡ് അസറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തന്നെ സോഹോ ബുക്സ് ഇപ്പൊ എന്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അസറ്റ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ അസറ്റ്സിന്റെ വർക്കിംഗ് ലൈഫ്, സ്ക്രാപ്പ് വാല്യൂ ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആസ് പെർ ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് പ്രകാരമുള്ള പെർസെന്റേജ് ചാർജ് ചെയ്ത് സോഹോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിപ്രീസിയേഷന്റെ എൻട്രീസ് പോസ്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കൂ. സോ നിങ്ങളുടെ എത്രത്തോളം ടൈം, എഫേർട്ട് ഇവിടെ സോഹോ ബുക്സ് കുറച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഫിക്സഡ് അസറ്റ്സ് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ റീസെന്റ് സോഹോ ബുക്സ് ഇങ്ങനെ ഡെയിലി നിങ്ങളുടെ ബിസിനസ്, ഗ്രോയിങ് ബിസിനസിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലാക്കിക്കൊണ്ടാണ് സോഹോ ബുക്സ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫെസിലിറ്റീസ് ഡേ ബൈ ഡേ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ലാസ്റ്റ് വീക്കും സോഹോയിൽ വന്നിരിക്കുന്ന കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, മോഡേൺ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ സോഹോ ബുക്സ്. നിങ്ങൾ സോഹോ ബുക്സ് ലേൺ ചെയ്യണം, അത് നിർബന്ധമാണ്. അതല്ല നിങ്ങൾ ട്രഡീഷണൽ ബേസിലൂടെ മാത്രമാണ് അക്കൗണ്ട്സിനെ അപ്രോച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നോളജ് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കരിയറിൽ യാതൊരുവിധ ഗ്രോത്തും ഉണ്ടാവില്ല. ഇപ്പോൾ ഓൾറെഡി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ തന്നെ ഒത്തിരി വർക്കിംഗ് പ്രൊഫഷൻസ് ആയിരുന്നു ഉള്ളത്, അല്ലെങ്കിൽ CA CMA ഗ്രാജുവേറ്റ്സ് ആയിരിക്കും ഉള്ളവർ, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് എന്ന് എന്നെ പോലെ തന്നെ മനസ്സിലാവുന്ന ഒരാൾക്കാരായിരിക്കും. ഓക്കെ,
ഇനി ഒരു ഓൺടർപ്രണറിന്റെ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതൊരു ബിസിനസ് ഓൺടർപ്രണർ ആണെങ്കിലും അവർക്കൊരു ബിസിനസിന്റെ ഓവർവ്യൂ അറിയണം. ഒരു ബിസിനസിന്റെ ഓവർവ്യൂ, എന്താണ് എൻ്റെ ബിസിനസിന്റെ എക്സാക്ട് പിക്ചർ. സോ ഈ ഒരു സോഹോ ബുക്സ് ഒക്കെ വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓൺടർപ്രണറിന് ഒരു ബിസിനസിന്റെ പൊസിഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേമിൽ അവരുടെ റിപ്പോർട്ട്സ് കൊടുത്തതിന് ശേഷം ഒരു ഓഡിറ്ററുമായിട്ടൊരു മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യണം. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ബിസിനസിന്റെ എക്സാക്ട് പൊസിഷൻ എന്തെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സോഹോ ബുക്സ് ഓഫർ ചെയ്യുന്ന ദാണ്ട് നിങ്ങളുടെ ഒരു ബിസിനസിന്റെ ഒരു ഇന്റർഫേസിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സീ ദ ഡാഷ്ബോർഡ് വേ യു ക്യാൻ സീ ദ എൻറ്റയർ ബിസിനസ് സിനാരിയോ. ഒരു ഓൺടർപ്രണറിന് ആവശ്യമുള്ള എല്ലാ ബിസിനസ് സിനാരിയോ, നിങ്ങളുടെ ടോട്ടൽ റിസീവബിൾസ് എത്രയാണ്, നിങ്ങളുടെ ബിസിനസിന്റെ പേയബിൾസ് എത്രയാണ്, ആൻഡ് ആക്ച്വലി നിങ്ങളുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്താണ്, ഓക്കെ, നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്പെൻഡിങ് സമ്മറി, എക്സ്പെൻസസ് എത്രയാണ്. ഇപ്പൊ എനിക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ തന്നെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്റെ ടോപ്പ് എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഞാൻ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഫണ്ട് ചെലവഴിക്കുന്നത്, ഏത് എക്സ്പെൻസ് ആണ് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്. സോ ഇതെല്ലാം എനിക്ക് ഈ ഇന്റർഫേസിൽ നിന്ന് തന്നെ മനസ്സിലാകും. വേറെ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഓഫർ ചെയ്യുന്നുണ്ട്? ഓക്കെ, ക്യൂബി പോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഡാഷ്ബോർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയധികം ചാർട്ട്സോ പ്രസന്റേഷനോ ഒന്നും അതിൽ അവൈലബിൾ അല്ല. ആൻഡ് ഓൾസോ ഇനി എനിക്ക് നിങ്ങൾക്ക് റിസീവബിൾസും പേബിൾസും അല്ല എനിക്ക് ഇവിടെ കാണേണ്ടത്, എന്റെ ഇൻവെന്ററി പൊസിഷനാണ്. ഓക്കെ, യു ക്യാൻ കസ്റ്റമൈസ് ദ ഡാഷ്ബോർഡ് ഹിയർ. നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഇവിടെ വരുത്താമേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൂടുതലും ഇൻവെന്ററി ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ എന്റെ ഇൻവെന്ററിയിൽ ഇനി ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്യേണ്ട പ്രോഡക്റ്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, എനിക്ക് അതിന്റെ ഒരു സമ്മറിയാണ് ഡാഷ്ബോർഡിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഹോ ബുക്സിന്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, അതായത് പണ്ടത്തെ പോലെ ഒരു ബിസിനസ് ഓൺടർപ്രണർ ഇനിയും വേറൊരു അക്കൗണ്ടന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അക്കൗണ്ടന്റ് ബേസിക്കലി പ്രോപ്പറായിട്ട് ബുക്ക് കീപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫ്രം ദ ഡാഷ്ബോർഡ് ഇറ്റ് സെൽഫ് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ഹിസ്റ്ററി, ആ ബിസിനസിന്റെ ഫുൾ ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, ഓൺടർപ്രണർ അറിയാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് സോഹോ ബുക്സ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. പേബിൾസ് എത്രയാണ്, റിസീവബിൾസ് എത്രയാണ്, സ്പെൻഡിങ് സമ്മറി എത്രയാണ്, ഇൻകം ആൻഡ് എക്സ്പെൻസസ് എത്രയാണ്, ഇതൊക്കെ അറിയാം. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഡേ എന്നോടൊരു ക്ലയന്റ് ചോദിച്ചതാണ്, സോഹോ ബുക്സിൽ പുള്ളി അബ്രോഡാണ്, ഇപ്പൊ ബിസിനസ് ഓൾറെഡി കൊച്ചി ബേസ്ഡ് ആണ്. അപ്പൊ പുള്ളിക്ക് ഡെയിലി റിപ്പോർട്ട്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇപ്പൊ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് ഡെയിലി അക്കൗണ്ടന്റ് എന്ത് ചെയ്യും, റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. P&L ആവാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓർ ഇൻവെന്ററി പൊസിഷൻ, ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, പക്ഷേ ഇത് വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ്. പക്ഷെ കറന്റ് അവർ സോഹോ ബുക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺടർപ്രണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി സോഹോ ബുക്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് നിങ്ങൾ പറയുന്ന ടൈമിൽ നിങ്ങളുടെ മെയിലിലേക്ക് സോഹോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ചെയ്തു തരും. സോ അവിടെയാണ് റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ നമുക്ക് റിപ്പോർട്ട്സ് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ഏത് റിപ്പോർട്ടാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ P&L പൊസിഷൻ അറിയാം. P&L പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ there is an option called schedule the P&L report. നിങ്ങൾക്ക് നിങ്ങളുടെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏത് ടൈമിൽ അയക്കണം, ആർക്കൊക്കെ. ഫോർ എക്സാമ്പിൾ ഇനി ഒരു പാർട്ണർഷിപ്പ് ഫേമോ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. സോ ഡയറക്ടേഴ്സിന് ആർക്കൊക്കെ അയക്കണം, അതിന്റെ PDF ആണോ എക്സൽ കോപ്പി ആണോ പോകേണ്ടത്, ഏത് ടൈമിലാണ് അയക്കേണ്ടത്, ഇതിനെ പറ്റിയൊക്കെയുള്ള ഒരു എക്സാക്ട് ഡേറ്റ് നിങ്ങൾ സോഹോയിൽ കൊടുത്തു കഴിഞ്ഞാൽ സോഹോ ബുക്സ് വിൽ ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്ത റിപ്പോർട്ട്. അക്കൗണ്ടന്റുമാരും ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഇനി മാനുവൽ ആയിട്ട് റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത് PDF ആക്കി അല്ലെങ്കിൽ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്തതിനൊന്നും നിങ്ങൾ ടൈം കളയേണ്ട കാര്യമില്ല. ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ യൂസ് ചെയ്യൂ, സോഹോയിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾ യൂസ് ചെയ്യൂ. ഓട്ടോമാറ്റിക്കലി ഏതൊക്കെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനാണോ നിങ്ങളുടെ ബുക്സിൽ നിന്ന് റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അവർക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ഇതൊരു ക്ലൗഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അല്ലാതെ ബാക്കിയുള്ള ഇപ്പോൾ ടാലി ഇറ്റ്സ് ആൻ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ, ഒരു ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ആണ്. സോ നിങ്ങൾ എന്താണോ പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള ഫീച്ചർ അത് തന്നെ നിങ്ങൾക്ക് ആയുഷ്കാലം മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ടാലി ഇപ്പോൾ ക്ലൗഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ ടാലിയിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ടാലി ERP ആണെങ്കിൽ ഇപ്പോഴും ഒരു വർക്ക് ചെയ്യുന്ന ERP തന്നെ ആയിരിക്കും. നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ടാലി പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പ്രൈമിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ പിന്നെ മാർക്കറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഒന്നും അവർ അപ്ഡേറ്റഡ് ആവുന്നില്ല. പക്ഷെ സോഹോയിൽ അങ്ങനെയല്ല. നിങ്ങൾ പെയ്ഡ് പ്ലാൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ബുക്സിൽ തന്നെ കിട്ടും. ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്.
സോ ഇങ്ങനെയുള്ളൊരു റിപ്പോർട്ട്സ് ഒന്നും ഇനി പഴയ പോലെ അക്കൗണ്ടന്റുമാര് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട, അത് ചോദിക്കാൻ ഓണ്ടർപ്രണേഴ്സ് ബുദ്ധിമുട്ടണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഒന്നും ഇനി വേസ്റ്റ് ചെയ്യണ്ട. ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സ് നിങ്ങൾക്ക് സോഹോ ബുക്സിന് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് അപ്പോൾ ആ റിപ്പോർട്ട്സിൽ തന്നെ സോഹോ ബുക്സിന്റെ ഒരു റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ഓഫർ ചെയ്യാത്ത റിപ്പോർട്ട്സ് ആണ്. അത്രത്തോളം റിപ്പോർട്ട്സ് സോഹോ ബുക്സ്. ഇനി ആ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് ഡേ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഇതായിരുന്നു, ഒരു ഫർണിച്ചർ ബിസിനസ് റൺ ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് അറിയേണ്ടത് ഓരോ സെയിൽസ് പേഴ്സണും എത്രത്തോളം ഐറ്റംസ് സെല് ചെയ്തിട്ടുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ സെയിൽസ് പേഴ്സൺ അവർക്ക് ഇൻസെന്റീവ് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പം ഒരു 8 to 10 സെയിൽസ് പേഴ്സൺ അവരുണ്ട്, ഒരു എന്റർപ്രൈസിലുണ്ട്. അപ്പൊ ഇവർക്കെല്ലാവർക്കും ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ ഇതാണ്, ഒരു സെയിൽസ് പേഴ്സൺ ഏതൊക്കെ പ്രോഡക്ട്സ് വിറ്റു, ഏതൊക്കെ പ്രോഡക്ട്സ് വിറ്റു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാ പ്രോഡക്ട്സ് വിറ്റാലും അവർക്ക് ഇൻസെന്റീവ് കിട്ടില്ല. കാര്യം ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിൻ കൂടുതലുള്ള പ്രോഡക്ട്സ് സെയിൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഇൻസെന്റീവ് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട്സ് എങ്ങനെ എടുക്കാൻ പറ്റും? അവരുടെ കണ്ടീഷൻ ഇതാണ്, അവർക്ക് കിട്ടേണ്ട റിപ്പോർട്ടിനകത്ത് സെയിൽസ് പേഴ്സന്റെ നെയിം ഉണ്ടായിരിക്കണം, അവർ സെല് ചെയ്തിരിക്കുന്ന ഐറ്റം ഉണ്ടായിരിക്കണം, ദെൻ അതിന്റെ വാല്യൂ ഉണ്ടായിരിക്കണം. സോ നോർമലി നമുക്ക് സെയിൽസ് ബൈ ഐറ്റം, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന റിപ്പോർട്ടുണ്ട് സെയിൽസ് ബൈ ഐറ്റം. ഈ സെയിൽസ് ബൈ ഐറ്റം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓരോ ഐറ്റവും അതിന്റെ എത്ര സെയിൽസ് നടന്നിട്ടുണ്ട് എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, സെയിൽസ് പേഴ്സണെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അവിടെയാണ് നമുക്ക് സോഹോ ബുക്സിൽ തന്നെ ഇവിടെ ഗ്രൂപ്പ് ബൈ എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇതിനെ ഏത് രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം? എനിക്കിതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് സെയിൽസ് പേഴ്സന്റെ ബേസിസിലാണ്. സോ സെയിൽസ് പേഴ്സന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇനി റിപ്പോർട്ടിൽ യു ക്യാൻ ആഡ് ഫിൽട്ടേഴ്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽട്ടേഴ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫിൽട്ടേഴ്സിൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സിൽ വേണ്ടത് യൂസേജ് യൂണിറ്റ് അല്ലെങ്കിൽ വെയർ ഹൗസിനെ ബേസ് ചെയ്ത്, ഏത് ബ്രാഞ്ചിനെ ബേസ് ചെയ്ത്, ഇങ്ങനെ എത്രത്തോളം വേണമെങ്കിലും റിപ്പോർട്ട്സിനകത്ത് ഫിൽട്ടേഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് പുറമേ നോക്കുമ്പോൾ ആ റിപ്പോർട്ട്സിന് ഒരു പേരേ ഉള്ളൂ, പക്ഷെ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ആ റിപ്പോർട്ട്സ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണോ ആ ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയുടെ റിക്വയർമെന്റ്, ഇതിനനുസരിച്ച് റിപ്പോർട്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതൊന്നുമല്ല, സോഹോ ബുക്സിൽ ഒന്നും ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് നിങ്ങളുടെ ബിസിനസ് ഓണറിന് വേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടേഴ്സിന് ആവശ്യമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട്. നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ആ കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാണ്ടോ, ക്രിയേറ്റ് കസ്റ്റം റിപ്പോർട്ട്. നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സോഹോ ബുക്സിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടിൽ പുറമെ ആയിട്ട് നിങ്ങൾക്ക് പുതിയ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് വേറൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം ബെനിഫിറ്റ്സ് ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു മൊണോപ്പൊളി ലെവലിലേക്ക് സോഹോ ബുക്സ് മാർക്കറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അക്കൗണ്ടന്റുമാർ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. മന്ത്ലി നമുക്ക് ഇടേണ്ട ഒത്തിരി അധികം ജേർണൽ എൻട്രീസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ മന്ത്ലി സെയിം എമൗണ്ട് വരുന്ന സെയിം എക്സ്പെൻസ് തന്നെ. സേ ഫോർ എക്സാമ്പിൾ റെന്റ് ഫിക്സഡ് എക്സ്പെൻസ് ആയിരിക്കും അല്ലെ, ഒരു ഇയറിൽ എന്തായാലും ഫിക്സഡ് എക്സ്പെൻസ് ആയിരിക്കും. അപ്പം റെന്റ് അക്കൗണ്ട് ടു ബാങ്ക് നിങ്ങൾ ഇടേണ്ട ഒരു ജേർണൽ എൻട്രി ആണ്. അതേപോലെ അല്ലെങ്കിൽ ഇതേപോലുള്ള സോഫ്റ്റ്വെയറിന്റെ സബ്സ്ക്രിപ്ഷൻസ്, ഇപ്പൊ സോഹോ ബുക്സ് നമ്മൾ ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് അതിന്റെ സ്പ്ലിറ്റ് എൻട്രീസ് നമുക്ക് ഇടണം അല്ലെ. ഓരോ മാസവും അതിന്റെ സ്പ്ലിറ്റ് എൻട്രീസ് എത്രയാണ് വരുന്നത് അത് നമുക്ക് ഇടണം. ഇങ്ങനെയുള്ള ചില റെക്കറിങ് ആയിട്ടുള്ള ചില എക്സ്പെൻസ്. അപ്പോൾ ഈ റെക്കറിങ് എക്സ്പെൻസസിന്റെയൊക്കെ ജേർണൽ എൻട്രീസ് അതും സിമിലർ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സോഫ്റ്റ്വെയർസിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ എൻട്രീസ് ഒക്കെ ഓർത്തിരുന്ന് എല്ലാ മന്ത് എൻഡിലും ഇടേണ്ട ജേർണൽ എൻട്രീസ് ഉണ്ടായിരിക്കും. സോഹോ ബുക്സിൽ അതിന്റെ ആവശ്യമില്ല. ദർ ഈസ് എ ഫീച്ചർ കോൾഡ് റെക്കറിങ് ജേർണൽസ്. റെക്കറിങ് ജേർണൽസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതായത് ഡാഷ്ബോർഡിൽ തന്നെ അക്കൗണ്ടന്റ് മൊഡ്യൂളിന്റെ അണ്ടറിൽ യു ക്യാൻ സീ റെക്കറിങ് ജേർണൽസ്. റെക്കറിങ് ജേർണൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ റെക്കറിങ് ജേർണൽസിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റിപ്പോർട്ടാണ്, അതായത് പ്രൊഫൈൽ നെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ പ്രൊഫൈൽ നെയിം ഞാൻ താല്പര്യപ്പെടുന്ന എൻട്രി റെന്റ് ആണ്. സോ റെന്റ് എക്സ്പെൻസിന്റെ എൻട്രിയാണ് എനിക്ക് ഇടേണ്ടത്. അതെനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത് റെന്റ് എല്ലാം മന്ത്ലി ആണ് നമ്മൾ പേ ചെയ്യുന്നത്. സോ ഞാൻ മന്ത് വൈസ് കൊടുക്കും. എനിക്ക് എന്ന് മുതലാണ് ഈ റെന്റിന്റെ എൻട്രീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ റെന്റിന്റെ എൻട്രീസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് January 1 മുതലാണ്.
ആൻഡ് എനിക്കത് എൻഡ് ചെയ്യേണ്ടത് എന്ന് വരെയാണ്? ജാനുവരി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ 31. കാര്യം ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ കലണ്ടർ ഇയർ അവസാനിക്കും, പിന്നെ റെന്റിന്റെ എമൗണ്ടിനകത്ത് ചേഞ്ച് ഒക്കെ വരും. സോ ഈ ഞാൻ കൊടുക്കുന്ന ഈ ടൈം പീരിയഡിനകത്ത് ദെൻ ഞാൻ ജേർണൽ എൻട്രി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് എനിക്കില്ല. സോ ജസ്റ്റ് ഞാനൊരു എക്സ്പെൻസ് കൊടുക്കുകയാണ്, 10,000 ആണ് അല്ലെങ്കിൽ കൊടുക്കുന്നു. ഡെബിറ്റിൽ ക്യാഷ് ഓർ ബാങ്ക്, എന്താണ് നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് വാട്ട് ഓർ മേ ബി അത് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു എൻട്രി ഇനി ഞാൻ മറന്നുപോയാലും പ്രശ്നമല്ല. എല്ലാ മാസവും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി പോസ്റ്റ് ആയിക്കോളും. ഈ എൻട്രി ഓട്ടോമാറ്റിക് ആയിട്ട് പോസ്റ്റ് ആയിക്കോളും. അപ്പൊ ഈ മന്ത് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസോ റെക്കറിംഗ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസോ ഒന്നും ഇനി ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനത് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ, ഇതിനെ പറ്റിയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സോ നിങ്ങൾ റെക്കറിംഗ് ജേർണൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഹോ ബുക്സ് അതിന്റെ എൻട്രീസ് പോസ്റ്റ് ചെയ്തു. സോ അത് സോഹോ ബുക്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. ഓക്കെ, സോ റെക്കറിംഗ് ജേർണൽസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈക്ക് വൈസ് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിൽ നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മളൊരു ഏതൊരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ സെയിൽസ് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ ഓൾറെഡി സോഹോ ബുക്സിൽ ഓഫർ ചെയ്യുന്ന സെയിൽസിനെക്കാളും യു ക്യാൻ ആഡ് സോ മെനി കസ്റ്റം ഫീൽഡ്സ്. നിങ്ങൾക്ക് കസ്റ്റം ഫീൽഡ് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഈ ഒരു ബിസിനസ്സിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന കസ്റ്റം ഫീൽഡാണ് സെയിൽസ് പേഴ്സൺ, വെഹിക്കിൾ നമ്പർ, ഡിസ്കൗണ്ട്, സെയിൽസ് വണൽ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? സെയിൽസ് വണൽ, അതായത് എനിക്ക് ഈ ഒരു സെയിൽ നടന്നത് ത്രൂ ഏത് സോഴ്സിലൂടെയാണ്? ബൈ റെഫറൻസ് ആണോ, OLX ആണോ, വാക്ക് ഇൻ കസ്റ്റമർ ആണോ, വാട്സാപ്പ് എൻക്വയറി ആണോ, ഗൂഗിളിലൂടെയാണോ? സെയിൽ ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സെയിൽസിന്റെ സോഴ്സ് എന്താണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്താലും ഇതിനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സിനകത്ത് റിപ്പോർട്ടും ജനറേറ്റ് ആവും. ഇവിടെ ഇപ്പൊ ഞാൻ സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞൊരു കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഈ സെയിൽ നടന്നത് എങ്ങനെയാണ്? ഫ്രം വാട്സാപ്പ് എൻക്വയറി ഓർ OLX ഓർ ഫ്രം റെഫറൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിപ്പോർട്ട്സിലും ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ഫീൽഡിനെ ബേസ് ചെയ്തുള്ള റിപ്പോർട്ട്സ് എനിക്ക് അവിടെ കിട്ടും. അപ്പൊ എനിക്ക് റിപ്പോർട്ട്സിൽ അറിയാൻ പറ്റും എനിക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ എനിക്ക് ബിസിനസ് തന്നത് എവിടെ നിന്നാണ്. ഞാൻ ഗൂഗിളിലിട്ട ആഡിനെ ബേസ് ചെയ്താണോ, അല്ലെങ്കിൽ എൻ്റെ റെഫറൻസിനെ ബേസ് ചെയ്താണോ, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ആഡിനെ ബേസ് ചെയ്താണോ? ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് റിപ്പോർട്ട്സ് അറിയാൻ പറ്റും. ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റം ഫീൽഡുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് സോഹോ ബുക്സിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ്. സോ ടാലി പോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റം ഫീൽഡ് ആഡ് ചെയ്യും യു ഹാവ് ടു പേ എക്സ്ട്രാ എമൗണ്ട്. നിങ്ങൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം. സോഹോ ബുക്സിൽ അതിന്റെ ആവശ്യമില്ല. ബൈ ഡിഫോൾട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഏത് പ്ലാനാണെന്നുണ്ടെങ്കിലും ഈ ഫീച്ചേഴ്സ് എല്ലാം ഇൻബിൽട്ട് ആയിട്ട് സോഹോ ബുക്സിലുണ്ട്. ഓക്കെ, സോ ഇത്രയും അധികം ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാ സോഹോ ബുക്സിന്റെ ഫീച്ചേഴ്സും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം ഇതിനകത്തില്ല. നമുക്ക് ഒത്തിരി അധികം ലിമിറ്റേഷൻസും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ പേറോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഹോ പേറോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സോഹോയിലെ പേറോൾ. ഓൾറെഡി നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ പഞ്ച് ചെയ്യാനുള്ള മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പഞ്ചിങ് മെഷീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കണക്ട് ചെയ്ത് ഒരു മന്ത്ലി ആ സ്റ്റാഫിന് ഇനിയും എത്രയാണ് സാലറി പേബിൾ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി സാലറിയുടെ എൻട്രീസ് സോഹോ ബുക്സ് തന്നെ പോസ്റ്റ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേർ ചെയ്യേണ്ട ജോലിയാണ് സോഹോ ബുക്സ് തന്നെ ചെയ്യുന്നത്. കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതും ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി സോഹോ ബുക്സിനുണ്ട്. ഓക്കെ, ഞാൻ സോഹോയുടെ പേറോൾ അല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും പേറോൾ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതും ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ക്ലിയർ? ഇനി കംപ്ലൈൻസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ 22, 2025, അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് GSTയിലൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആവുന്നത്. അതായത് 12%, 28% ടാക്സ് റേറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി GSTന് എടുത്തു കളഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവര് പിന്നെയും ബില്ല് ചെയ്യുന്നത് 12-ലും 28-ലും തന്നെയാണ്. കാര്യം അവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിനകത്തെല്ലാം ഈ 12%, 28% ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ സോഹോ ബുക്സ് ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് റെസ്ട്രിക്ട് ചെയ്യും. സെപ്റ്റംബർ 23 ഓൺവേർഡ്സ് പിന്നെ നിങ്ങൾക്ക് 12%, 28% ബില്ല് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ ക്ലൗഡ് ബേസിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ നിങ്ങളുടെ ഒരു മാനുവൽ സൈഡിൽ നിന്ന് അക്കൗണ്ടന്റുമാരെ ശ്രദ്ധിക്കുക, മാനുവൽ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന മാക്സിമം എറേഴ്സ് നിങ്ങൾക്ക് ആ രീതിയിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും സോഹോ ബുക്സ് നിങ്ങളെ റെക്ടിഫൈ ചെയ്യും. ഓക്കെ, 12% നിങ്ങൾക്ക് ഇനി അവിടെ കൊടുക്കാൻ പറ്റില്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ക്ലിയർ? സോ അതൊക്കെ വലിയ ഫീച്ചേഴ്സ് ആണ് സോഹോ ബുക്സിൽ വരുന്നത്. പിന്നെ ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നിലധികം യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന ഒരു CFO ആണെങ്കിൽ അവർക്കൊരു യൂസർ കൊടുക്കാം, നിങ്ങളുടെ സെയിൽസ് ടീമിന് ഒരു യൂസർ കൊടുക്കാം, നിങ്ങളുടെ അക്കൗണ്ടന്റിന് ഒരു യൂസർ കൊടുക്കാം. ഈ യൂസേഴ്സ് കൊടുക്കുക മാത്രമല്ല, അവർക്ക് നമുക്ക് റോൾസും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ താണ്ട് ഈ കമ്പനിയിൽ അക്കൗണ്ടന്റ് റോൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ അക്കൗണ്ടന്റിന് ഓൾറെഡി കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എല്ലാ റൂൾസിലും എന്തൊക്കെ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യണോ അതെല്ലാം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് ടീമിലുള്ളവർക്ക് സോഹോ ബുക്സ് എന്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു കസ്റ്റമർ വരുമ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് സ്റ്റോക്കിലുണ്ടോ എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ സെയിൽസ് ടീമിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ മാത്രം കൊടുത്ത് നമുക്ക് സോഹോ ബുക്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അവർക്കില്ല. കാര്യം സെയിൽസ് ടീമിന് അതിന്റെ ആവശ്യമില്ല. സോ ഈ രീതിയിൽ നമുക്ക് സോഹോ ബുക്സിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഇന്ന റിപ്പോർട്ട്സ് മാത്രം അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, ഇപ്പൊ ബാക്കിയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടാലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാലി ഓഡിറ്റ് ഒക്കെ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ സോഹോ ബുക്സിൽ ബൈ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫീച്ചർ ഇതാണ്. അപ്പൊ നാളെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവും, ഒരു സ്റ്റാഫ് പറയുകയാണ് ഈ എൻട്രി പോസ്റ്റ് ചെയ്തത് ഞാനല്ല, അല്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കല്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സോഹോ ബുക്സിന്റെ ആക്ടിവിറ്റി ലോഗ് ആൻഡ് ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന റിപ്പോർട്ട് ചെക്ക് ചെയ്യാം. സോ ഓൺടർപ്രണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അക്കൗണ്ടന്റുമാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഹോയുടെ ഒരു ഫീച്ചറാണ് ആക്ടിവിറ്റി ലോഗ് ആൻഡ് ഓഡിറ്റ് ട്രയൽ. സോ ആക്ടിവിറ്റി ലോഗ് ആൻഡ് ഓഡിറ്റ് ട്രയൽ മീൻസ് ഓരോ ഡേയിലും ഏത് യൂസറിൽ നിന്നാണ് ഓരോ എൻട്രി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരെന്താണ് അതിൽ നടത്തിയിരിക്കുന്ന ചേഞ്ചസ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ താണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ നാം നോക്കിയേ, ഫെബ്രുവരി 28-ന് 10/24 10/24 ഒരു ഇട്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. ഓൾറെഡി ഒരു കൊട്ടേഷൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ കൊട്ടേഷനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആ യൂസറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, സ്കൈ ബ്ലൂ അക്കൗണ്ടൻസ്. ആ സ്കൈ ബ്ലൂ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആക്സസിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു അപ്ഡേറ്റ് നടന്നിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ ഓഡിറ്റ് ട്രയൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് ആണ് 5 പ്രാവശ്യം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 എല്ലാം ഒരു യൂസർ ഐ ഡിയിൽ നിന്ന് തന്നെയാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി ഓരോ അപ്ഡേറ്റിലും 1ാമത്തെ പ്രാവശ്യം ചെയ്തത് 5ാമത്തെ പ്രാവശ്യം ചെയ്തതും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ, ഞാനിപ്പോൾ 1ാമത്തെ പ്രാവശ്യം ഞാൻ കൊടുത്ത ഡേറ്റയും 4ാമത്തെ പ്രാവശ്യം ഇട്ട ഡേറ്റയും തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ കാണിക്കും. ഓൾറെഡി 1ാമത്തേനകത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഡ്രാഫ്റ്റിലായിരുന്നു കൊടുത്തത്, പക്ഷെ 4ാമത്തേന് വന്നപ്പോൾ നിങ്ങൾ ആ കൊട്ടേഷൻ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് അവിടെ വന്നിരിക്കുന്ന ചേഞ്ച്. അപ്പൊ ഏതൊരു ആക്ടിവിറ്റിയും ആര് ചെയ്തു, ഏത് ടൈമിൽ ചെയ്തു, എന്ത് അപ്ഡേറ്റ് നടത്തി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറും സ്പെസിഫിക്കും ആയിട്ട് നമുക്ക് സോഹോ ബുക്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് സോഹോ ബുക്സിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി കംപ്ലൈൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ജി എസ് ടിയിലൊക്കെ നമുക്ക് സൈറ്റിൽ എന്താണോ ഫയൽ ചെയ്യേണ്ടത് ആ ഫോമാറ്റിലായിരിക്കും നമുക്ക് GST റിപ്പോർട്ട്സ് എല്ലാം കിട്ടുന്നത്. ഡയറക്റ്റ് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് GST പോർട്ടലിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഓക്കെ, സോ അതിനകത്തൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. മാനുവലി ഫയൽ ചെയ്യുന്ന എറേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അത്രത്തോളം ടൈം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രത്തോളം ഒത്തിരി ഫീച്ചേഴ്സ്. ഇനി പ്രോജക്ട് വൈസ് വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ, ജോബ് കാർഡ് വൈസ് വർക്ക് ചെയ്യുന്നവർക്ക് ടൈം ട്രാക്കിംഗ് പോലുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം. ഇൻവെന്ററി മാനേജ് ചെയ്യുന്നവർക്ക് ഇൻവെന്ററി മാനുഫാക്ചറിങ്, അതായത് ഒരു ഇൻവെന്ററി മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള ലാൻഡിംഗ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാ മൊഡ്യൂൾസിലും എന്താണ് അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് അതെല്ലാം മാക്സിമം സോഹോ ബുക്സ് ഓഫർ ചെയ്യും. ക്ലിയർ? അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അതിനെ പറ്റിയും കൂടെ സംസാരിക്കാൻ പറ്റും. ഓക്കെ,
സോ ചോദിച്ചോളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഏരിയാസ് ആണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് വരുന്ന ഏരിയാസ്, അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ കൂടെ ആവും. ഗുഡ് മോർണിംഗ്. ഓക്കെ, വോയിസ് ക്ലിയർ ആയി? ഹലോ, ക്ലിയർ ആണോ? കേൾക്കാമോ ഇപ്പോ? ഓക്കെ. ഓക്കെ പറഞ്ഞോളൂ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ടപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുവാണ് കറന്റ്? ഓക്കെ. അല്ല, കോഴ്സ് ചെയ്യില്ല, ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ നെറ്റിൽ വരുന്ന ലീഡ് മാനേജ് ചെയ്യാനും പിന്നെ അതുപോലെ ബാക്കിയുള്ള അക്കൗണ്ടിങ് കാര്യങ്ങള് ഇവരൊന്നും നമ്മൾ അങ്ങനത്തെ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ശരി. അതിനെ കുറിച്ച് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ലീഡ്സ് മാനേജ് ചെയ്യുക, ലീഡ്സിനെ ബേസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുള്ള സെയിൽസ്, കസ്റ്റമർ ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം നടക്കണം ഓട്ടോമാറ്റിക്കലി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ പാർട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അതൊക്കെ ബേസിക് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോഹോ ബുക്സിൽ എടുക്കേണ്ട 2 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ സോഹോ ബുക്സും വേണം, നിങ്ങൾക്ക് സോഹോ CRM-ഉം വേണം. ഈ 2 മൊഡ്യൂൾസ് എടുത്തതിന് ശേഷം ഈ 2 മൊഡ്യൂൾസിനെ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇബ്രാഹിം പറഞ്ഞ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സെയിൽസിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഴ്സ്, മേ ബി ഇൻസ്റ്റ അല്ലെങ്കിൽ FB ഓർ ഗൂഗിൾ, വാട്ടോ മേ ബി. അപ്പൊ അതിലിടുന്ന ആഡിനനുസരിച്ച് നിങ്ങൾക്ക് ലീഡ്സ് എത്രത്തോളം ജനറേറ്റ് ചെയ്യുന്നു, CRM-ന്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ജനറേറ്റ് ചെയ്ത ലീഡ്സിന് ഫ്രം സോഹോ ഇറ്റ് സെൽഫ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന മെസ്സേജ് ഫോളോ അപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. ദെൻ അവർ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ആ കൺവേർട്ട് ആയതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് സോഹോ ബുക്സിൽ നിന്ന് അറിയാൻ പറ്റും. ക്ലിയർ? ദെൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബുക്സിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ മീൻസ് പിന്നെ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇൻകോ ആയിട്ട് നിങ്ങൾക്ക് ബുക്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ആ കേസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സോഹോ CRM-ഉം സോഹോ ബുക്സും ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഫോളോ അപ്പ് റിമൈൻഡർ എന്താണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എല്ലാവർക്കും സെയിം മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ മെസ്സേജ് പോകും. അത് നിങ്ങൾ പീരിയോഡ് ഫ്രീക്വൻസി എത്രയാണ് കൊടുക്കണം, എത്ര ഫ്രീക്വൻസി വേണം, എത്ര ഇന്റർവെൽസിന് ശേഷമാണ് മെസ്സേജ് പോകേണ്ടത്, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സോഹോ CRM. അതിലിപ്പോ സാറ് പല പ്ലാനും പറഞ്ഞല്ലോ, അതില് നമുക്ക് സോഹോ നിങ്ങൾക്ക് CRM ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഹോയുടെ സ്റ്റാൻഡേർഡ് പ്ലാൻ എടുക്കണം. പക്ഷെ ബുക്സിന്റെ കേസിൽ നിങ്ങൾ ഫ്രീ ബുക്സ് യൂസ് ചെയ്താലും മതി. CRM പക്ഷേ പെയ്ഡ് ആയിട്ടുള്ള പ്ലാൻ എടുക്കുക. ബുക്സ് ഇപ്പൊ ടേൺ ഓവർ ഒരു 2 CR താഴെ വരത്തുള്ളെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രീ ട്രയൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രം അത് പെയ്ഡിലേക്ക് മാറ്റിയാൽ മതി, അതർവൈസ് അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ. CRM പെയ്ഡ് ആയിട്ടുള്ളത് ചെയ്യാം. കാര്യം ലീഡ് ജനറേഷൻ ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് മെസ്സേജ് ഒക്കെ പോകണ്ടേ, അത് പെയ്ഡ് തന്നെ എടുക്കണം. സോഹോ ബുക്സിന്റെ CRM-ന്റെ സ്റ്റാൻഡേർഡ് പ്ലാൻ വരുമ്പോൾ ഇയർലി വരുന്നത് 9,000 ആയിരിക്കും വരുന്നത്, പ്ലസ് GST കൂടെ ആഡ് ആവും. മന്ത്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇയർലി ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് ആയിരിക്കും സോഹോ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അത് മന്ത്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് സോഹോ ബുക്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ CRM-ഉം ബുക്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പെയ്ഡിലേക്ക് പോയാൽ മതി. ഒരു 28 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് പ്രീമിയം ട്രയൽ പ്ലാൻ യൂസ് ചെയ്യാം. ഇപ്പൊ CRM സാർ ഇപ്പം ആദ്യം അഡോപ്റ്റ് ചെയ്യുമ്പോൾ സാറിന്റെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 28 ഡേയ്സിലേക്ക് സോഹോ ഒരു ട്രയൽ പ്ലാൻ ഓഫർ ചെയ്യുന്നു. സോ നിങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം 28 ദിവസത്തിന് ശേഷം ഈ പെയ്ഡിലേക്ക് മാറിയാൽ മതി. അത് ബുക്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ കേട്ടോ. എല്ലാത്തിനും പ്രീമിയം ട്രയൽ പ്ലാൻ ഉണ്ട്. അതായത് പൈസ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം 28 ദിവസത്തേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ പ്ലാനിൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സേ കാണത്തുള്ളൂ. പക്ഷെ ഇത് 28 ദിവസത്തേക്ക് നമുക്ക് എന്താണ് പെയ്ഡ് പ്ലാനിൽ കിട്ടുന്നത് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
ഇഫ് ഓക്കെ വിത്ത് ദാറ്റ് യു ക്യാൻ കൺവേർട്ട് ടു പെയ്ഡ് പ്ലാൻ. അതാണ് സോഹോ ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതിന്റെ ക്ലാസ്സുകളാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. കേട്ടില്ല. നമുക്ക് ഇവിടെ ഞാൻ കൂടുതലും അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്താണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. CRM എന്ന് പറയുന്നത് എൻ്റെ ഒരു വേറൊരു മൊഡ്യൂളാണ് സെയിൽസിനകത്ത് വരുന്നത്. ഓക്കെ, അതിന്റെ ഇപ്പോൾ സോഹോയിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സോഹോ ബുക്സ് തന്നെ അതിന്റെ ട്രെയിനിങ് നിങ്ങളുടെ സ്റ്റാഫിന് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് സോഹോ ബുക്സ് ഡയറക്ട്ലി നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇനി ഡൗട്ട്സോ കാര്യങ്ങളോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. സോഹോ ബുക്സിൽ മെസ്സേജിനകത്ത് എനിക്ക് തോന്നുന്നു ആരോ ശില്പയാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട് അനാലിസിസ് നടക്കുമോ എന്നുള്ളത്. സോ സോഹോ ബുക്സിൽ എന്ത് തരം അനാലിസിസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഒരു ബിസിനസിന്റെ പൊസിഷൻ അറിയാനുള്ള ബേസിക് അനാലിസിസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ട് അത് സോഹോയുടെ ഫ്രീ പ്ലാനിൽ തന്നെ പോസിബിൾ ആണ്. അതല്ല അഡ്വാൻസ് ലെവൽ അനലിറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സോഹോയുടെ അനലിറ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതർവൈസ് ഒരു ബിസിനസിന്റെ മന്ത്ലി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ക്യാഷ് ഫ്ലോ പൊസിഷൻ മനസ്സിലാക്കുക, ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാനുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രയൽ പ്ലാൻ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും എല്ലാം ബുക്സിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ ബാക്കി വരുന്ന നിങ്ങളുടെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്ന് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ എക്സിസ്റ്റ്ലി ഇപ്പോൾ സോഹോ ബുക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഫീച്ചേഴ്സ് അവൈലബിൾ ആണോ എന്ന് അറിയാൻ ഉള്ള ഡൗട്ട് ആണെങ്കിൽ അത് ചോദിക്കാം. സോ എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അത് ചോദിക്കാം. പിന്നെ ജനറലി നിങ്ങൾ സോഹോ ബുക്സിനെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും അത് അഡ്വാൻസ് ലെവൽ ഫീച്ചേഴ്സ് മാക്സിമം എക്സ്പ്ലോർ ചെയ്തുള്ള ട്രെയിനിങ് തന്നെ അറ്റൻഡ് ചെയ്യുക. കാര്യം ബേസിക് ആയിട്ടൊരു ബില്ലിംഗ്, സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് അതിന്റെ കാര്യമില്ല. അതൊരു ബില്ലിങ്ങിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സെയിൽസ് റിട്ടേൺ ഇവേ എടുക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് പർച്ചേസ് റിട്ടേൺ സോഹോ ഇവേ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ പർച്ചേസ് റിട്ടേൺ എനിക്ക് തോന്നുന്നു ആരാണ് സൈനുൽ ആബിദാണെന്ന് തോന്നുന്നു അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൾറെഡി സോഹോ ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് പ്ലാൻ ആണെന്ന് പറയാമോ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ കറന്റ്ലി? പ്രീമിയം പ്ലാനിലാണ്. ഓക്കെ, സോ പ്രീമിയം പ്ലാനിൽ പർച്ചേസ് റിട്ടേണിൽ സോഹോ ഇവേ ബില്ല് എടുക്കാൻ പറ്റും. അതിലൊരു ലാസ്റ്റ് ഒരു 10 days ബിഫോർ സോഹോയിൽ ഒരു എറർ ഉണ്ടായിരുന്നു ഇവേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ കറന്റ്ലി അത് അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓൾറെഡി അങ്ങനെ ഒരു ഇഷ്യൂ വേറെ ക്ലയൻസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു. ഒരു 10 days ബിഫോർ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് സോർട്ട് ആയെന്നാണ് സോഹോ ബുക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിപ്ലൈ. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ അതർവൈസ് സോഹോ ടീമുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ പ്രീമിയം പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു നീഡ് അസിസ്റ്റൻസ് ഒരു ചാറ്റ് ബോക്സ് അവൈലബിൾ ആയിരിക്കും. സോ അതിനകത്ത് നിങ്ങളുടെ എന്താണ് എറർ എന്നുള്ളത് നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് സോർട്ട് ആയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
സോ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ ഇനിയും ഓൾറെഡി സർവ് ബുക്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിലോ ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഉള്ളവരോ നിങ്ങൾ നാളെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനോട്ട് കണക്ട് ചെയ്യാം, പ്രശ്നമില്ല. സോ നേരെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു വെബിനാറിൽ ഇനി നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാമോ? സോ ഇന്ന് വെബിനാറിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് സോഹോനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതായത് കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.